വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വേനൽ അവധിക്കാലം വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കായിരിക്കും. ഇനി 9 കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് എത്തിയവരാണെങ്കിൽ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കും, നമ്മുടെ എക്സാം എങ്ങനെയായിരിക്കും എന്നൊരു ചെറിയ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർ അല്ലേ, നമ്മുടെ റിസൾട്ട് എന്താകും എന്നുള്ള ആശങ്കയിലായിരിക്കും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ 8ാം ക്ലാസ്സിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കൃത്യമായിട്ട് നല്ല രീതിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുത്തുകൊണ്ട് നല്ല രീതിക്ക് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും എന്താണ് മാർക്ക് കുറയില്ല. അപ്പൊ നമ്മൾ കൂടുതൽ എന്താണ് ഈ സന്തോഷം അല്ലെ ആഹ്ലാദം ഇതിന് മാത്രമല്ലാതെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും എന്താണ് നല്ല രീതിക്കുള്ള മാർക്ക് കിട്ടും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ മിസ് പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ് പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പൊ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. അപ്പൊ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക്, മലയാളത്തിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലെ മലയാളം ടെക്സ്റ്റ് ബുക്ക്? 9th ടെക്സ്റ്റ് മാറിയ സമയത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെ, എങ്ങനെയായിരിക്കും അല്ലെ, എന്തായിരിക്കും. പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ 9th അപേക്ഷിച്ച് ഈ വർഷത്തെ 9th എന്തായിരുന്നു അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് മാറിയ സമയത്ത് വളരെ കുറച്ചുകൂടെ എന്താണ് ലളിതമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഈ ഒരു വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്. മലയാളത്തിൻ്റെതെന്താണ് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞു പോയ കുട്ടികളെ പോലെ എന്താണ് വലിയ കടുകട്ടിയുള്ള പാഠങ്ങളൊന്നും അല്ല. വളരെ രസകരമായിട്ട് കുറെ മൂല്യങ്ങളും അല്ലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ തന്നെയാണ് ഈ ഒരു വർഷമുള്ളത്. അടിസ്ഥാന പാഠാവലി ആണെങ്കിൽ അതിലും എളുപ്പത്തിലാണ് നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പാഠങ്ങൾ എന്നൊന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇതുവരെ മലയാളം കേരള പാഠാവലിക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മുതൽ എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഈ ഒരു 5 യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതിയാൽ മതി. അപ്പം ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാഷയുടെ, മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് ആദ്യത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ കഥകൾ അതിമോഹനം, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ, മാതൃഭാഷ, നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി തുടങ്ങിയിട്ടുള്ള പാഠങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ എന്താണ് നമ്മുടെ ഭാഷയെയും അല്ലെ എഴുത്തച്ഛന്റെയും ഒക്കെ കൃതികൾ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ, അതായത് സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മൂല്യബോധം അല്ലെ, ചില മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. അത്തരത്തിലുള്ള മാനുഷിക മൂല്യബോധം നിങ്ങളിൽ വളർത്തുന്ന കുറച്ച് പാഠങ്ങളാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് റെസിഡന്റ് എഡിറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ മോക്ഷം എന്ന് പറയുന്ന ഒരു പാഠമാണ് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് തേൻ എന്ന് പറയുന്ന പാഠമാണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വിസ്തൃത ലോകവിധാനത്തിൽ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് മൂന്നാമത്തേത്. അതിലെന്താണ് നമ്മുടെ പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ച് തന്നെയാണ് മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. മണ്ണും മനുഷ്യനും, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ, വെള്ളത്തിന് എന്താണ് തെളിയാതിരിക്കാനാവില്ല തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള പാഠങ്ങൾ. ഇനി നാലാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ പിറന്ന നാടിൻ പെരുമയിൽ, ഇതിൽ നമ്മുടെ നാടിന്റെ തനിമ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ നാടിന്റെ പൈതൃകത്തോടൊക്കെ നമ്മൾ കാണിക്കേണ്ട ഒരു അടുപ്പമുണ്ട്. അതിനെ നിങ്ങളിൽ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നാലാമത്തെ യൂണിറ്റ്. ദേശവും എഴുത്തും, ആലപ്പുഴ വെള്ളം, പിന്നെ അതുപോലെ തന്നെ മുരിങ്ങാമരത്തോപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ നാലാമത്തെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള പാഠങ്ങൾ. ഇനി അഞ്ചാമത്തെ യൂണിറ്റോ ഉലകിന്നുയിരാം ഉണർവുകൾ എന്ന് പറയുന്നതാണ് ഈ ഒരു യൂണിറ്റിന്റെ തന്നെ തലക്കെട്ട് അല്ലെ. അതില് പ്രയാണം, നരബലിയൊക്കെ ഡിഗ്രിക്ക് പഠിക്കാനുള്ള ഒരു പാഠമായിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട. എന്താണ് കൃത്യമായിട്ട് വൃത്തിക്ക് അല്ലെ, നിങ്ങൾ വേറെ എന്താണ് ഈ വെറുതെ പുറമെ കാണുന്ന പുറമോടി നോക്കിയിട്ടല്ലാതെ നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുക. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് ഇപ്പോഴേ തുടങ്ങുക. നല്ല വൃത്തിക്ക് എന്തായിരിക്കും ഈ ഒരു SSLC എക്സാം നമുക്ക് ഫുൾ മാർക്കോട് കൂടി ടെൻഷൻ ഇല്ലാതെ പാസ്സാവാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.